സെമി സ്റ്റിച്ചഡ് കുർത്തിയാണ്. അപ്പോൾ അതിന് നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇത് കുറച്ച് അടിച്ചിട്ട് ഇതിൽ ഷോൾഡറും കൈയും കഴുത്തും മാത്രമേ അടിച്ചിട്ടുള്ളൂ. അതേപോലെയാണ്. അപ്പോൾ നമുക്ക് ഇതിന് ലൈനിങ്ങും കൊടുക്കണം. അതേപോലെ ഇത് ഫുള്ളായിട്ട് അടിച്ചെടുക്കും വേണം. ഇതിന് ഇതേപോലെ ഇവിടെ ഫുള്ള് വർക്ക് ഉള്ള ടൈപ്പാണ്. അപ്പം അതിനായിട്ട് ആദ്യം ഇതിൻ്റെ കൈയും ഇതേപോലെ കൈയും ഒന്ന് സ്റ്റിച്ച് അഴിച്ചെടുക്കണം. പിന്നെ ഷോൾഡറും അഴിക്കണം ആദ്യം. പിന്നെ ലൈനിങ് കട്ട് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ലൈനിങ് ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്യണമൊക്കെ വിശദമായിട്ട് വേറൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. ഇപ്പോൾ കുർത്ത എടുത്തിട്ട് ഞാൻ സ്റ്റിച്ചൊക്കെ അഴിച്ചിട്ട് അതിൻ്റെ ഫ്രണ്ട് പീസ് എടുത്തിട്ട് രണ്ടായിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ലൈനിങ്ങിൻ്റെ മുകളിൽ നല്ല തുണി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ ഈ നെക്ക് ഇതേ ഷേപ്പിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇത് ഓൾറെഡി തയ്ച്ച കഴുത്തായതുകൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ലൈനിങ് വെച്ച് കൊടുക്കണം. ഷേപ്പിൽ തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ആ മാർക്ക് ചെയ്തതിന് ശേഷം ഈ 1/4 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ വിട്ട് മാർക്ക് ചെയ്ത് ആ മാർക്ക് ചെയ്ത 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ട് അതിൽ വേണം നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട്. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ലൈനിങ്ങിൽ വെച്ച് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ ക്യാൻവാസിൽ ഇതേപോലെ ക്യാൻവാസ് മടക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഞാൻ ചെയ്ത് കാണിക്കുന്നത്. ലൈനിങ്ങിൽ വേണമെങ്കിൽ ലൈനിങ് ഒറ്റയ്ക്കായിട്ട് നമുക്ക് എടുത്തിട്ട് മറിച്ചിട്ട് അങ്ങനെ മടക്കി കൊടുത്ത് അങ്ങനെ തയ്ക്കുക. അത് കുറച്ച് റിസ്ക് ആണ്. നമുക്ക് കൂടുതൽ അറിയാത്തവർക്ക് അതിനൊക്കെ എളുപ്പം ചെയ്യാനായിട്ട് ക്യാൻവാസിൽ വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. ഇതേപോലെ നമ്മൾ മിനുസുള്ള തുണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ഷേപ്പിൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലത് നമുക്ക് ക്യാൻവാസിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ക്യാൻവാസ് മടക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ക്യാൻവാസ് കുറച്ച് വീതിയിൽ എടുത്തിട്ടുണ്ട്. അത് രണ്ടായിട്ട് മടക്കിയിട്ട് ഈ നെക്കിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ അതേ ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ട് സൈഡിലും ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിൽ വേണം നമുക്ക് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിതവിടെ നെക്ക് ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ക്യാൻവാസിൽ വെച്ച് ഒരു തുണി വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ലൈൻ തുണിയിൽ വയ്ക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. മറ്റേതാണെങ്കിൽ ലൈനിങ് ഇതിനകത്ത് ഇരിക്കുന്നത് കുറച്ചൊരു വലിയ തുണിയാണ്. അപ്പോൾ നെക്ക് നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നെക്കിന് വലിപ്പക്കുറവ് കൂടുതലും കുറവ് അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലെ കൂടെ നമുക്ക് തയ്ച്ചെടുത്താൽ മതി. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ലൈനിങ് എടുക്കുന്നുണ്ട്. ഞാനിതാ നെക്ക് ലൈനിങ് തുണിയിൽ വെച്ചിട്ടുണ്ട്, ക്യാൻവാസ് വെച്ചിട്ടുണ്ട്. ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റും. ഇത് നമുക്ക് തയ്ച്ച് തുടങ്ങാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിന് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാനത് തയ്ച്ചെടുത്തിട്ടുണ്ട്, റൗണ്ടിന് തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പിന്നൊന്ന് ഊരിയെടുക്കാം. എന്നിട്ട് ഇത് കട്ട് ചെയ്തിട്ടെടുക്കാം. ഞാനിതവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറിയ ക്രോസായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നല്ല വൃത്തിക്ക് തിരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, മറിച്ചിടുമ്പോൾ നമുക്ക് നല്ല വൃത്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ ക്യാൻവാസ് നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ, അത് നമ്മളിതൊന്ന് മടക്കി ഒന്ന് തയ്ച്ച് കൊടുക്കാം. നമുക്ക് ഞാനിത് തയ്ച്ചെടുത്തിട്ടുണ്ട്, സൈഡ് തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലൂടെ നമുക്കൊരു തയ്യൽ കൊടുക്കാം. ഞാനിത് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി സൈഡിൽ കൂടെ തന്നെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് പുറം തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ ഇവിടെ ലൈനിങ്ങുമായിട്ട് ചേർത്ത് തയ്ച്ച് കൊടുക്കാം. ഇത് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ലൈനിങ് നമുക്ക് ഈ നെക്കിനോട് നമുക്ക് ചേർത്ത് തയ്ച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. ഇതിൻ്റെ സെൻറ്റർ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
സെൻറ്റർ നോക്കിയിട്ട് വെച്ച് നോക്കിയിട്ട് വേണം നമുക്ക് തയ്ച്ച് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടും. ലൈനിങ് നമ്മൾ വെച്ച ക്യാൻവാസ് ഈ നല്ല തുണീൻ്റെ അടിയിൽ വരണം. പുറം വശത്ത് ഇങ്ങനെ കാണാൻ ആ രീതിയിൽ വേണം നമുക്ക് വെച്ച് കൊടുക്കാനായിട്ട്. സെൻറ്റർ മാർക്ക് ചെയ്ത് നമ്മളവിടെ ഒരു പിന്ന് കുത്തിയതിന് ശേഷം എന്നിട്ട് വേണം നമുക്കിതൊന്ന് കറക്റ്റിന് ഇതേപോലെ നമുക്ക് തയ്ച്ച് കൊടുക്കാനായിട്ട്. ഞാൻ തയ്ച്ചെടുക്കട്ടെ. ഇതിവിടെ പൈപ്പിംഗ് ഉണ്ട്. ഈ പൈപ്പിങ്ങിൻ്റെ സൈഡിൽ കൂടെ ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം ഇങ്ങനെ വേണം തയ്ച്ചെടുക്കാൻ. അപ്പോൾ ഞാനിത് തയ്ച്ചെടുത്തിട്ടുണ്ട്. തിരിച്ചിട്ട് കാണിക്കാം. ഇതേപോലെ നമ്മൾ സൈഡിൽ കൂടെ തന്നെ നമുക്ക് തയ്ച്ച് ഫിനിഷ് ചെയ്ത് കൊടുക്കണം. ഒക്കെ ഫ്രണ്ട് കഴുത്തിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് നെക്കും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ വേറെ രീതിയിലും കൂടെ കാണിച്ചു തരാം, ലൈനിങ് വെച്ച് മറിക്കുന്ന രീതിയിൽ. അപ്പോൾ അതിനായിട്ട് ഞാൻ ആ ഷേപ്പിൽ തന്നെ കുറച്ച് തുമ്പും കൂടെ ഇട്ടിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിൽ കൂടെ ചെറുതായിട്ടൊന്നും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മടക്കാൻ ഉള്ള സുഖത്തിന് വേണ്ടിയിട്ടാണ്, നല്ല വൃത്തിക്ക് മടങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വയ്ക്കുക, കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം. എന്നിട്ട് ഇതിങ്ങനെ മടക്കി കൊടുത്ത് അപ്പോൾ അങ്ങനെ തയ്ച്ച് പോവാം നമുക്ക്. ഇതേപോലെ ഓരോ ഭാഗം എത്തുമ്പോൾ നമുക്കിങ്ങനെ മടക്കി നമ്മളിത് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇത് അതേപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ അങ്ങനെ സൈഡിൽ കൂടെ നമുക്ക് തയ്ച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് ലൈനിങ് ബാക്ക് കഴുത്ത് ഞാൻ ലൈനിങ് മാത്രം വെച്ചിട്ടാണ് ചെയ്തത്. പിന്നെ ഫ്രണ്ട് കഴുത്ത് ക്യാൻവാസ് വെച്ചിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളിത് സാധാ ചെയ്യുന്ന പോലെ ഷോൾഡർ ജോയിൻ ചെയ്യുക, പിന്നെ കൈ ചേർക്കുക. കൈയിന് നമ്മൾ എക്സ്ട്രാ ലൈനിങ് കൊടുക്കണം. അങ്ങനെ ജോയിൻ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമ്മൾ കഴുത്തൊക്കെ അടിച്ച് എല്ലാം ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഷോൾഡർ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാ തയ്ക്കുന്ന പോലെ തന്നെ ലൈനിങ് ആയിട്ട് കൂട്ടിച്ചേർത്ത് തയ്ക്കുക. പിന്നെ സ്ലീവും ലൈനിങ്ങുമായിട്ട് ചേർത്തിട്ട് പിന്നെ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ബാക്കിയെല്ലാം സാധാരണ തന്നെയാണ്. ഇവിടെ മാത്രമാണ് വ്യത്യാസമുള്ളത്. കഴുത്തിന് ചെയ്ത് കൊടുക്കുന്നിടത്ത് മാത്രമാണ് വ്യത്യാസമുള്ളത്. അത് ഇതേപോലെ തന്നെ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ക്യാൻവാസ് വെച്ചിട്ട് ചെയ്യാം, അതേപോലെ ക്യാൻവാസ് ഇല്ലാതെ വേണമെങ്കിലും ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കി നിങ്ങളെല്ലാം സാധാ ചുരിദാർ തയ്ക്കുന്ന പോലെ തന്നെ ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഫുൾ ചുരിദാറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അത് സ്റ്റിച്ച് ചെയ്യണതും കട്ട് ചെയ്യണതും എങ്ങനെയാണെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.